ഹലോ മക്കളെ, എന്നാ ഉണ്ട് എല്ലാവർക്കും? സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും? ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ബ്ലഡിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു ബ്ലഡിനെ കുറിച്ച്. പിന്നെ എന്താ ലിംബിനെ കുറിച്ച്, അത് കഴിഞ്ഞ് നമ്മൾ സർക്കുലേറ്ററി സിസ്റ്റത്തെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റത്തെ കുറിച്ചാണ് കേട്ടോ. നമ്മുടെ ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം, അതിന് മെയിൻ റോൾ ആർക്കാ? ഹൃദയത്തിനല്ലേ? എന്താണ്? നമ്മുടെ ഹൃദയത്തിനാണ്. നിങ്ങൾക്ക് ഹൃദയം ഉണ്ടോ? ഉണ്ടല്ലേ? ഹൃദയം എങ്ങനെയാണ്? കഠിന ഹൃദയമാണോ ലോല ഹൃദയമാണോ? പലർക്കും പല ഹൃദയം അല്ലേ. ലോല ഹൃദയം ആയിട്ടുള്ളവരുണ്ട്, കഠിന ഹൃദയം ആയിട്ടുള്ളവരുണ്ട് അല്ലേ. എന്താണ് നമുക്ക് ഈ ഹൃദയത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് നമ്മുടെ ഫിഷസിന് ഇത്ര ഹൃദയത്തിന് ഇത്ര ചേമ്പർ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. റെപ്റ്റൈൽസിന് ഇത്രയുണ്ട്, നമ്മുടെ ആംബിബിയൻസിന് ഇത്രയുണ്ട് അല്ലെ, ചേമ്പേഴ്സ് ഇത്രയുണ്ടെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. അതൊക്കെ ഓർത്തിരിക്കുന്നുണ്ടല്ലോ അല്ലേ. ഇനി നമ്മുടെ വെർട്ടിബ്രേറ്റ്സിന്റെ ഹൃദയത്തിന്റെ പ്രത്യേകത എന്താണെന്നാ പറഞ്ഞത്? മസ്കുലർ ചേമ്പേർഡ് ഹാർട്ടാണ് നമ്മൾ പറഞ്ഞായിരുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ കാണാൻ പോകും നമ്മുടെ ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റത്തെ. അതിന് പറയുന്ന വേറൊരു പേരാണ് ബ്ലഡ് വാസ്കുലർ സിസ്റ്റം. എന്താന്ന് പറയുന്നത്? ബ്ലഡ് വാസ്കുലർ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു വെർട്ടിബ്രേറ്റ്സിന്റെ ഹൃദയം എങ്ങനെയുള്ളതാണ്? മസ്കുലർ ചേമ്പേർഡ് ഹാർട്ടാണ്. എങ്ങനെയാണ്? മസ്കുലർ ചേമ്പേർഡ് ഹാർട്ടാണ്. ഇനി ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? നെറ്റ്വർക്ക് ഓഫ് ക്ലോസ്ഡ് ബ്രാഞ്ചിങ് ബ്ലഡ് വെസൽസ് ആൻഡ് ബ്ലഡ്. എന്താണ്? ബ്ലഡ് ഉണ്ട്. പിന്നെ എന്താണ്? ഈ ബ്ലഡ് പോകാൻ വേണ്ടി കുറെ ബ്ലഡ് വെസൽസും എവിടെയുണ്ട്? നമ്മുടെ ഹൃദയത്തിനുള്ളിലുണ്ട്. അപ്പൊ എന്ത് പറയാ? നെറ്റ്വർക്ക് ഓഫ് ക്ലോസ്ഡ് ആട്ടോ. നമുക്ക് ഏത് സർക്കുലേറ്ററി സിസ്റ്റം ആണെന്നാ പറഞ്ഞത്? ഏതാ? ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ? ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം നമുക്കെന്ന് പറഞ്ഞു. അപ്പൊ എന്താണ്? നെറ്റ്വർക്ക് ഓഫ് ക്ലോസ്ഡ് ബ്രാഞ്ചിങ് ബ്ലഡ് വെസൽസ് ആൻഡ് ബ്ലഡ്. എങ്ങനെയാണ്? ബ്രാഞ്ചിങ് മീൻസ് എന്താണ്? കണക്ട് ചെയ്യുന്ന അല്ലേ. കണക്ട് ചെയ്യുന്ന ആണ് നമ്മുടെ ഈ ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ വരുന്ന നമ്മുടെ ഹൃദയത്തിന്റെ പ്രത്യേകത. ഇനി നമ്മുടെ ഹൃദയം ഫോം ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? മീസോഡെർമലി ഡെറൈവ്ഡ് ഓർഗൻ എന്നാണ് പറഞ്ഞത്. എന്താണ്? മീസോഡെർമലി ഡെറൈവ്ഡ് ഓർഗൻ എന്ന് പറഞ്ഞാൽ മീസോഡേം, അതായത് നമ്മുടെ ഒരു സെല്ല് ഫോം ചെയ്ത് വരുമ്പോഴേക്കും അല്ലെ ഒരു ഓർഗാനിസം ഫോം ചെയ്ത് വരുന്നതിൻ്റെ അതിന് കാലഘട്ടത്തിൽ ഫീറ്റസ് ഒക്കെ ഇല്ല. അപ്പോൾ ആ സ്റ്റേജിൽ എന്താണ്? സെല്ലിനെ മെയിനായിട്ട് 3 ടൈപ്പ് ഉണ്ട്: എക്ടോഡേം, എൻഡോഡേം, മീസോഡേം. അതിൽ മീസോഡേം എന്ന് പറയുമ്പോൾ മിഡിലായിട്ട് വരുന്ന ഒരു പാർട്ടാണ്. ആ മിഡിൽ പാർട്ടിൽ നിന്നാണ് എന്ത് ഫോം ചെയ്തിരിക്കുന്നത്? നമ്മുടെ ഈ ഹൃദയം ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ എക്ടോഡേമും എൻഡോഡേമിൽ നിന്നും അതുപോലെ വേറെ വേറെ പാർട്സുകൾ ഫോം ചെയ്യുന്നു. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മീസോഡെർമലി ഡെറൈവ്ഡ് ഓർഗൻ ആണ് ആരെന്ന് പറയുന്നത്? ഹൃദയം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഹൃദയം എവിടെ ഇരിക്കുന്നത്? നിങ്ങളൊന്ന് ചെക്ക് ചെയ്തേ, ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കിക്കേ. എവിടെ? കൃത്യ നടുക്കാണോ ഇരിക്കുന്നത്? അല്ലല്ലേ. എങ്ങനെയാണ് നമ്മുടെ ഹൃദയം ഇരിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിന്റെ സ്ഥാനം എവിടെയാണ് അതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് തൊറാസിക് ക്യാവിറ്റി ഇൻ ബിറ്റ്വീൻ 2 lungs സ്ലൈറ്റ്ലി tilted to left എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മുടെ ഹൃദയം ഇരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊറാസിക് ക്യാവിറ്റിക്കുള്ളിൽ എന്താണ്? 2 ലങ്സിന്റെ ഇടയിലായിട്ട് അല്പം ചെരിഞ്ഞ്. എങ്ങോട്ട് ചെരിഞ്ഞാ? എങ്ങോട്ടാടാ? ലെഫ്റ്റിലേക്ക് ചെരിഞ്ഞാന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ലെഫ്റ്റിലേക്ക് ചെരിഞ്ഞാണ് ആര് കാണപ്പെടുന്നത്? നമ്മുടെ ഹൃദയം കാണപ്പെടുന്നത്. എങ്ങനെയാണ്? തൊറാസിക് ക്യാവിറ്റിക്കുള്ളിൽ ലങ്സ്, 2 ലങ്സ് ഉണ്ടോ? 2 ലങ്സ് ഉണ്ടോടാ? ഉണ്ടല്ലേ. അപ്പൊ എന്താണ്? 2 ലങ്സിന്റെ ഇടയിലായിട്ട് അല്പം ഇടത്തേക്ക് ചെരിഞ്ഞാണ് എന്തിരിക്കുന്നത്? നമ്മുടെ ഹൃദയം ഇരിക്കുന്നത്. നിങ്ങളുടെ ഹൃദയം ഇരിക്കുന്നുണ്ടോ? ഇപ്പൊ ഉണ്ടല്ലോ അല്ലേ. എന്താ ഒന്ന് നോക്കിക്കേ, ചെക്ക് ചെയ്ത് നോക്കിക്കേ. ഇടത്തേക്ക് ചെരിഞ്ഞാണോ ഇരിക്കുന്നത്? എന്താണ്? ഇതാണോ? എങ്ങനെയാണ്? എവിടെയാണ് സിറ്റുവേറ്റ് അല്ലേ? നമ്മുടെ ഹൃദയത്തിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് എവിടെയാണ്? തൊറാസിക് ക്യാവിറ്റിയിൽ ഇൻ ബിറ്റ്വീൻ 2 lungs സ്ലൈറ്റ്ലി tilted to left. അപ്പൊ എന്തൊക്കെയാണ് ടീച്ചർ പറഞ്ഞത്? മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ്. നമ്മുടെ ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റത്തെ ബ്ലഡ് വാസ്കുലർ സിസ്റ്റം എന്ന് പറയുന്നു. പിന്നെ എന്ത് പറഞ്ഞു? നമ്മുടെ ഹൃദയം മസ്കുലർ ചേമ്പേർഡ് ഹാർട്ടാന്ന് പറഞ്ഞു. ഇതിനകത്ത് എന്താണ്? നെറ്റ്വർക്ക് ഓഫ് ക്ലോസ്ഡ് ബ്രാഞ്ചിങ് ബ്ലഡ് വെസൽസ് ആൻഡ് ബ്ലഡ്. ബ്ലഡ് വെസൽസും ബ്ലഡും ഒക്കെ ചേർന്ന ഒരു ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ആണ് ആരുടെ? മനുഷ്യരായ നമ്മുടെ ഹൃദയത്തിന്റെ. ഇനി ഹൃദയം എവിടെ നിന്നാണ് ഫോം ചെയ്തിരിക്കുന്നത്? മീസോഡേം അല്ലെ. മീസോഡെർമലി ഡെറൈവ്ഡ് ഓർഗൻ ആണ് ഹാർട്ട് എന്ന് പറയുന്നത്. എവിടെയാണ് ലൊക്കേഷൻ നമ്മുടെ ഹൃദയത്തിന്റെ? എവിടെയാന്നാ പറഞ്ഞത്? തൊറാസിക് ക്യാവിറ്റിയിൽ ഇൻ ബിറ്റ്വീൻ 2 ലങ്സിനിടയിൽ സ്ലൈറ്റ്ലി tilted to left, ഇടത്തേക്ക് അല്പം ചെരിഞ്ഞാണ് നമ്മുടെ ഹൃദയം കാണപ്പെടുന്നത്. ഇനി നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് നമ്മുടെ ഹൃദയത്തിന് എന്തുണ്ട്? ഒരു കവറിങ് ഉണ്ട്. എന്താണ്? ഒരു കവറിങ് ഉണ്ട്. നമ്മുടെ മനുഷ്യന്റെ
എന്താണ് എല്ലാ ഓർഗൻസ് എടുത്തു നോക്കിയാലും അതിനെന്തുണ്ട്, കവറിങ് ഉണ്ട്. കാരണം എന്താണ്, പ്രൊട്ടക്ട് ചെയ്ത് വെക്കണ്ടേ? ഇല്ല നമ്മളെല്ലാം കൂടെ എന്താണ് പണ്ടേ നമ്മൾ മരിച്ചു പോകും അല്ലെ, ഇതിനൊന്നും കവറിങ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അല്ലെ, എല്ലാം മിക്സപ്പ് ആയിട്ട് അല്ലെ പല പല പ്രശ്നങ്ങളുണ്ടാകും. പക്ഷെ എന്താണ്, നമ്മുടെ ഹൃദയത്തിന് എന്തുണ്ട്, കവറിങ് ഉണ്ട്. നമ്മൾ പഠിച്ച ഓരോ സെൽ ഓർഗനൽസിലും എന്തുണ്ട്, ഓരോരോ കവറിങ് ഉണ്ട് അല്ലെ. നമ്മുടെ സെല്ലിന് എന്തുണ്ട്, അതിനും കവറിങ് ഉണ്ട് അല്ലെ. പ്ലാസ്മ മെംബ്രെയിൻ എന്ന് നമ്മൾ പറഞ്ഞു. എന്ന് പറഞ്ഞതുപോലെ എന്താണ്, നമ്മുടെ ഹൃദയത്തിനും ഒരു കവറിങ് ഉണ്ട്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, പെരികാർഡിയം എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്, പെരികാർഡിയം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എന്തെന്നാ പറയുന്നത്, പെരികാർഡിയം എന്ന് പറയുന്നത്. പെരികാർഡിയം എന്ന് പറയുന്നതാണ് എന്ത്, നമ്മുടെ ഹൃദയത്തിന്റെ കവറിങ് എന്ന് പറയുന്നത്. പെരികാർഡിയം, പെരികാർഡിയം എന്നാണ് നമ്മുടെ ഹൃദയത്തിന്റെ കവറിങ് എന്ന് പറയുന്നത്. ഈ കവറിങ് പ്രത്യേകത പറഞ്ഞാൽ ഇത് ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ടെണ്ണം അല്ലെ, ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ ആണ്. ഡബിൾ ലെയർ ചേർന്നാണ് ഇത് അല്ലെ. ഡബിൾ എന്ന് പറയുമ്പോൾ എത്രയാണെന്നാ പറഞ്ഞത്, 2 അല്ലെ. 2 ലെയർ ചേർന്ന് ഫോം ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ ഹൃദയത്തിന്റെ കവറിങ് എന്ന് പറയുന്ന ഈ പെരികാർഡിയം. ഇനി ഇവിടെ എന്താണ്, ഈ 2 കവറിങ്ങിന്റെ ഇടയിലും അല്ലെ ഈ 2 ലെയറിന്റെ ഇടയിൽ ഒരു സ്പേസ് ഉണ്ട് അല്ലെ. ആ സ്പേസിനുള്ളിൽ എന്തുണ്ട്, ഒരു ഫ്ലൂയിഡ് ഉണ്ട്. എന്താണ്, ഒരു ഫ്ലൂയിഡ് ഉണ്ട്. അതിനെ നമ്മൾ പെരികാർഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നു. എന്തെന്ന് പറയുന്നു, പെരികാർഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നു. എന്താ പറയുന്നത് മക്കളെ, പറയടാ, എന്താണ് പെരികാർഡിയൽ ഫ്ലൂയിഡ് എന്നാ പറയുന്നത്. അപ്പം പെരികാർഡിയം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഹൃദയത്തിന്റെ കവറിങ് ആണ് അല്ലെ. നമ്മുടെ ഹൃദയത്തിന്റെ കവറിങ് ആണ് പെരികാർഡിയം എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണെന്നാ പറഞ്ഞത്, ഡബിൾ മെംബ്രെയിൻ സ്ട്രക്ചർ ആണ്. അതിനുള്ളിൽ എന്താണ്, ഒരു സ്പേസ് ഉണ്ട്. അതിനെ പെരികാർഡിയൽ സ്പേസ് എന്നാ പറയുന്നത് കേട്ടോ. അതിന്റെ ഇടയിലുള്ള ആ സ്പേസിനെ പെരികാർഡിയൽ സ്പേസ് എന്നാ പറയുന്നത്. പെരികാർഡിയൽ സ്പേസ് എന്നാണ് പറയുന്നത്. ഈ പെരികാർഡിയൽ സ്പേസിനുള്ളിൽ എന്തുണ്ട്, കുറച്ച് ഒരു ഫ്ലൂയിഡ് ഉണ്ട്. എന്താണ്, ഫ്ലൂയിഡ് ഉണ്ട്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, പെരികാർഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഈ പെരികാർഡിയൽ ഫ്ലൂയിഡ് എന്തിനു സഹായിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഹൃദയത്തിന്റെ ആ വോളും മറ്റ് അടുത്ത് കിടക്കുന്ന ടിഷ്യൂവുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ എന്താണ്, ഫ്രിക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലെ. ആ ഫ്രിക്ഷനെ റെഡ്യൂസ് ചെയ്യുന്നത് എന്താണ്, ഈ പെരികാർഡിയൽ ഫ്ലൂയിഡ് ആണ്. എന്താണ്, ഈ പെരികാർഡിയൽ ഫ്ലൂയിഡ് ആണ്. അപ്പം എന്താണ്, നിങ്ങൾക്ക് ആ ഒരു ടേം ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ടെക്സ്റ്റിൽ. അപ്പം എന്താണ്, പെരികാർഡിയമാണ് കവറിങ്. അതിനുള്ളിലൊരു ഫ്ലൂയിഡ് ഉണ്ട്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, പെരികാർഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആണ്. ഓക്കെ, ഇനി നമ്മുടെ ഹൃദയത്തിന് എത്ര അറകളുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ കണ്ടായിരുന്നു എന്ത്, റെപ്റ്റൈൽസിനും മാമൽസിനും പിന്നെ ആർക്കാ, ബേർഡ്സിനും ഹൃദയത്തിന് എത്ര അറകളുണ്ടെന്നാ പറഞ്ഞത്, 4 അറകളുണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ നമുക്ക് എത്രയുണ്ട്, 4. നമ്മളും എന്താണ്, മാമൽസിൽ വരുന്നവരാണ്. അപ്പൊ നമുക്ക് എത്ര അറകളുണ്ട്, 4 അറകളുണ്ട്. നമ്മുടെ ഹൃദയത്തിനും എത്ര അറകളുണ്ട്, 4 അറകളുണ്ട്. എന്താണ്, നമ്മുടെ ഹൃദയത്തിനും എന്താണ്, 4 അറകളുണ്ട്. ഈ 4 അറകൾ ഏതൊക്കെയാന്ന് നോക്കാം. ഏതാണ്, 2 അപ്പർ ഏട്രിയവും 2 അപ്പർ ഏട്രിയം അല്ലെങ്കിൽ നമ്മൾ ഏട്രിയ എന്ന് പറയും, അല്ലെങ്കിൽ ഓറിക്കൽ എന്നൊക്കെ പറയും. 2 അപ്പർ ഏട്രിയവും പിന്നെ എന്താണ്, 2 ലോവർ വെൻട്രിക്കിളും. ശ്രദ്ധിച്ചിരിക്കണേ, വേറെ പരിപാടിക്ക് പോവല്ലോ കേട്ടോ, കണക്ഷൻ വിട്ടുപോകും. എങ്ങനെയാണ്, 2 അപ്പർ ഏട്രിയവും 2 ലോവർ വെൻട്രിക്കലുമാണ് എന്ത്, നമ്മുടെ ഹൃദയത്തിന്റെ 4 അറകളുണ്ട്. അതിൽ ഏതൊക്കെയാണ് 2 എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്, 2 അപ്പർ ഏട്രിയം ഉണ്ട് അല്ലെങ്കിൽ 2 ഏട്രിയം ഉണ്ട്, ദെൻ 2 ലോവർ വെൻട്രിക്കലും ഉണ്ട്. ഈ 4 ചേംബറിൽ ഏതൊക്കെയാണ്, വെൻട്രിക്കൽ ഉണ്ട്, ദെൻ ഏട്രി അല്ലെങ്കിൽ ഏട്രിയം ഉണ്ടെന്ന് പറഞ്ഞു. ഇനി ഈ ലോവർ വെൻട്രിക്കൽ എങ്ങനെയാണ്, ലാർജ് ആണ്. എങ്ങനെയാണ്, ലാർജ് ആണ്. എങ്ങനെയാണിത്, വലുതാണ്, സ്പേസ് ഇച്ചിരി കൂടുതലുണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ അപ്പർ ഏട്രിയം അല്ലെങ്കിൽ ഏട്രിയം എങ്ങനെയാണ്, സ്മോൾ ആണ്, ചെറുതാണ് കേട്ടോ. നമ്മുടെ ഹൃദയത്തിന് എന്താണ്, നമ്മുടെ ഹൃദയത്തിന് 4 ചേംബർ ഉണ്ട് കേട്ടോ. ആ 4 ചേംബറിനെ 2 ആയിട്ട് അല്ലേ, എങ്ങനെയാണ്, 2 അപ്പർ ഏട്രിയം അല്ലെങ്കിൽ ഏട്രിയം ഉണ്ട്, 2 ലോവർ വെൻട്രിക്കൽ ഉണ്ട്. ഈ വെൻട്രിക്കൽ എങ്ങനെയുള്ളതാണെന്നാണ് പറഞ്ഞത്, ലാർജ് ആണ്. നമ്മുടെ വെൻട്രിക്കൽ എങ്ങനെയുള്ളതാണ്, ലാർജ് ആണ്. ഏട്രിയം എങ്ങനെയാണ്, സ്മോൾ ആണ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോടാ മക്കളെ? ക്ലിയർ ആയി. ഇനി അടുത്തത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
ഇതിനിടെ കുറേ സ്പേസുകളുണ്ട്. ഇതെല്ലാം കണക്റ്റഡ് ആണ്, എന്നാൽ കണക്റ്റഡും അല്ല എന്ന രീതിയിലാണ് നമ്മുടെ ഹൃദയത്തിന്റെ അറേഞ്ച്മെന്റ്സ് വന്നിരിക്കുന്നത്. അപ്പം ഇതിനിടയിലുള്ള കുറച്ച് സ്പേസിനുണ്ട്. അതിനെ നമ്മൾ പറയുന്നതാണ് ഏതാണ് ഒരു ആദ്യത്തെ ഫസ്റ്റ് ഇതെന്ന് പറയുന്നത് ഇന്റർ ഏട്രിയൽ സെപ്റ്റം എന്ന് പറയുന്നത്. എന്താണ് ഇന്റർ ഏട്രിയൽ സെപ്റ്റം? എന്താണ് ഇന്റർ ഏട്രിയൽ സെപ്റ്റം? ഇന്റർ ഏട്രിയൽ സെപ്റ്റം. ഈ ഇന്റർ ഏട്രിയൽ സെപ്റ്റം എന്ന് പറയുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്റർ ഏട്രിയൽ സെപ്റ്റം തിൻ മസ്കുലാർ വോളാണ്. തിൻ ആയിട്ടുള്ള ഒരു മസ്കുലാർ വോളാണ്. അതിൽ എന്താണ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഏട്രിയനെ സെപ്പറേറ്റ് ചെയ്യുന്നു. എങ്ങനെയാണ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഏട്രിയനെ എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ചെയ്യുന്നു. അതായത് ഇന്റർ ഏട്രിയൽ സെപ്റ്റം ഉണ്ട്. ഇതെന്ന് പറയുന്നത് തിന്നായിട്ടുള്ള ഒരു മസ്കുലാർ വോളാണ് അല്ലെ, തിന്നായിട്ടുള്ള ഒരു മസ്കുലാർ വോളാണ്. ഇതെന്ത് ചെയ്യുന്നു? നമ്മുടെ ലെഫ്റ്റ് ഏട്രിയനെയും പിന്നെ ഏതാണ് ലെഫ്റ്റ് റൈറ്റ് ഏട്രിയെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ഇന്റർ ഏട്രിയൽ സെപ്റ്റം. ഏത്? ലെഫ്റ്റ് റൈറ്റ് ഏട്രിയ അല്ലെ, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഏട്രിയെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് എന്ത്? നമ്മുടെ ഈ ഇന്റർ ഏട്രിയൽ സെപ്റ്റം എന്ന് പറയുന്നത്. അതെങ്ങനെയാണെന്ന് പറഞ്ഞേ? തിൻ മസ്കുലാർ വോളാണ്. അതെന്ത് സെപ്പറേറ്റ് ചെയ്യുന്നു? നമ്മുടെ ലെഫ്റ്റ് റൈറ്റ് ഏട്രിയെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് ഇന്റർ ഏട്രിയൽ സെപ്റ്റം ആണ്. ക്ലിയർ ആയോ? ഇന്റർ ഏട്രിയൽ സെപ്റ്റം ആണ്. ഇനി അടുത്തതാണ് ഏത്? ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റം. എങ്ങനെയാണ്? ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റം. ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റം. ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റം. ഇനി ഇന്റർ ഏട്രിയൽ സെപ്റ്റം തിൻ മസ്കുലാർ വോളാന്ന് പറഞ്ഞു. അപ്പം ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റം എങ്ങനെയായിരിക്കും? തിക്കായിരിക്കും അല്ലെ? എങ്ങനെയായിരിക്കും? തിക്കായിരിക്കും. ഇനി ഇവരാരെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നു? ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വെൻട്രിക്കിളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നു. ആരൊക്കെ തമ്മിലാ? ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വെൻട്രിക്കിളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നു. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വെൻട്രിക്കിളിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നു. ക്ലിയർ ആയോടാ മക്കളെ? എന്താണ് നമ്മൾ കണ്ടത്? നമ്മൾ ഹൃദയത്തിന് കവറിങ് പെരികാർഡിയം, അതിൽ ഫ്ലൂയിഡ് പെരികാർഡിയൽ ഫ്ലൂയിഡ്. ദെൻ നമ്മൾ കണ്ടത് എന്താണ്? ഹൃദയത്തിന് 4 ചേംബർ ഉണ്ടെന്ന് പറഞ്ഞു. അതിലെന്താണ്? 2 എണ്ണം ലോവർ വെൻട്രിക്കലും അതെങ്ങനെയാണെന്നുള്ളതാന്ന് പറഞ്ഞേ? ലാർജ് ആന്ന് പറഞ്ഞു. പിന്നെ എന്തുണ്ടെന്നാ പറഞ്ഞത്? 2 അപ്പർ ഏട്രിയം അല്ലെങ്കിൽ ഏട്രിയം ഉണ്ടെന്ന് പറഞ്ഞു. അതെങ്ങനെയുള്ളതാന്നാ പറഞ്ഞേ? സ്മോൾ ആന്ന് പറഞ്ഞു. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ കണ്ടതാണ് ഇന്റർ ഏട്രിയൽ സെപ്റ്റം. ശ്രദ്ധിക്കുന്നുണ്ടോ? എവിടെയാണ് ഇന്റർ ഏട്രിയൽ സെപ്റ്റം? ഇതെന്ന് പറയുന്നത് എങ്ങനെയാണ്? തിൻ മസ്കുലാർ വോൾ ആണ്. ഇതിന്റെ ആ ഒരു കവറിങ് അല്ലെ, ഇതിന്റെ ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു തിൻ മസ്കുലാർ വോൾ ആണ്. ഇതെങ്ങനെയാണ്? നമ്മുടെ ലെഫ്റ്റും റൈറ്റും ഏട്രിയകളെ തമ്മിൽ വേർതിരിക്കുന്നത് ഏതാണ്? ഇന്റർ ഏട്രിയൽ സെപ്റ്റം ആണ്. ദെൻ രണ്ടാമതാണ് ഏത്? ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റം. നിങ്ങൾക്ക് ഇനി കണക്ട് ചെയ്യാൻ വേണ്ടി ഈ നടുക്കത്തെ പേര് മാത്രം നിങ്ങളൊന്ന് നോട്ട് ചെയ്താൽ മതി. ബാക്കിയുള്ള ഇന്ററും സെപ്റ്റം നമുക്കത് പറ്റും. എന്താണ്? ഈ ഏട്രിയലും വെൻട്രിക്കുലാരും ഒന്ന് ഓർത്ത് നോക്കി. ഏട്രിയൽ ആണെങ്കിൽ ലെഫ്റ്റും റൈറ്റും ഏട്രിയനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നു. ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റം ആണെങ്കിൽ എങ്ങനെയുള്ളതാണെന്ന് പറഞ്ഞേ? തിക്കാണ്. അത് ആരെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നു? ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വെൻട്രിക്കിളിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നു. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണല്ലോ? അതിൽ ഇന്റർ ഏട്രിയൽ സെപ്റ്റം തിന്നായിട്ടുള്ള ഒരു മസ്കുലാർ വോളാണ്. ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റം എന്ന് പറയുന്നത് തിക്കായിട്ടുള്ള വോളാണ്. ഇതെന്ത് ചെയ്യുന്നു? രണ്ടും ലെഫ്റ്റും റൈറ്റും ഏട്രിയനെ വേർതിരിക്കുന്ന സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ഇന്റർ ഏട്രിയൽ സെപ്റ്റം. വെൻട്രിക്കിൾസിനെ സെപ്പറേറ്റ് ലെഫ്റ്റും റൈറ്റ് വെൻട്രിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ഏത്? ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റം. ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ ആയല്ലോ അത്രയും കാര്യങ്ങൾ. ഇനി അടുത്തതെന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കാണാൻ പോകുന്നത് ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം എന്ന് പറയുന്നതാണ്. എന്താണ്? ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം. ഇതെന്താണ്? ഇതൊരു തിക്കായിട്ടുള്ള ഒരു ഫൈബ്രസ് ടിഷ്യൂ ചേർന്ന് ഫോം ചെയ്തിരിക്കുന്നതാണ്. ഇതെന്ത് സെപ്പറേറ്റ് ചെയ്യുന്ന ചോദിച്ചാൽ സെയിം സൈഡിലുള്ള നമ്മുടെ ഏട്രിയത്തിനെയും വെൻട്രിക്കലിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് ഏതാണ്? ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം ആണ്. ഏതാണ്? ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം.
ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം. മറ്റേടത്ത് നമ്മൾ ഇന്റർ അല്ലെ ഇടയ്ക്കാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്താണ് ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം. സെയിം സൈഡിലുള്ള ഏട്രിയത്തിനെയും വെൻട്രിക്കിളിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഭാഗമാണ് ഏതെന്ന് പറയുന്നത് ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം എന്ന് പറയുന്നത്. ഇതൊരു തിക്കായിട്ടുള്ള ഒരു ഫൈബ്രസ് ടിഷ്യൂ ആണ് കേട്ടോ. ഇതെന്താണ്? ഇത് തിക്കായിട്ടുള്ള ഒരു ഫൈബ്രസ് ടിഷ്യൂ ആണ് അല്ലെ, ഫൈബ്രസ് ടിഷ്യൂ ആണ്. ഇവര് ആരെ തമ്മിലാണ് സെപ്പറേറ്റ് ചെയ്യിക്കുന്നത്? സെയിം സൈഡിലുള്ള, അതാണ് നോട്ട് ചെയ്യേണ്ടത് കേട്ടോ. സെയിം സൈഡിലുള്ള ആരെയൊക്കെ തമ്മിൽ? ഏട്രിയത്തിനെയും വെൻട്രിക്കലിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം ആണ്. ഏതാണ്? ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം ആണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ ഈ അറകളുടെ ഇടയിൽ 2 വാൽവുകളുണ്ട്. ഏതാണ്? ഒന്നാമത്താണ് ട്രൈക്കസ്പിഡ് വാൽവ്. ഏതാണ്? ട്രൈക്കസ്പിഡ് വാൽവ്. ഇതെന്ന് പറയുന്ന ഒരു ഓപ്പണിംഗ് ആണ് കേട്ടോ. ഇത് എവിടെയാണ് കാണപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ഓപ്പണിംഗ് ബിറ്റ്വീൻ റൈറ്റ് ഏട്രിയം ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾ. റൈറ്റ് ഏട്രിയത്തിനും റൈറ്റ് വെൻട്രിക്കലിനും ഇടയിലായിട്ട് കാണുന്ന ഒരു ഓപ്പണിംഗ് ആണ്, അല്ലെ ഒരു വാൽവ് ആണ് എന്തെന്ന് പറയുന്നത്? ട്രൈക്കസ്പിഡ് വാൽവ്. എന്താണ്? ട്രൈക്കസ്പിഡ് വാൽവ്. ഏതാണ്? ട്രൈക്കസ്പിഡ് വാൽവ്. ട്രൈക്കസ്പിഡ് വാൽവ്. ട്രൈക്കസ്പിഡ് വാൽവ് എവിടത്തെ ഓപ്പണിംഗ് ആണെന്നാ പറഞ്ഞത്? റൈറ്റ് ഏട്രിയത്തിനും റൈറ്റ് വെൻട്രിക്കലിനും ഇടയിലുള്ള ഓപ്പണിംഗ് ആണ് എന്തെന്ന് പറയുന്നത്? ട്രൈക്കസ്പിഡ് വാൽവ്. എവിടെയാണ്? റൈറ്റ് ഏട്രിയത്തിനും റൈറ്റ് വെൻട്രിക്കലിനും ഇടയിലുള്ള ഒരു ഓപ്പണിംഗ് ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഈ ട്രൈക്കസ്പിഡ് വാൽവ് എന്ന് പറയുന്നത്. എങ്ങനെയാണ്? റൈറ്റ് ഏട്രിയത്തിനും റൈറ്റ് വെൻട്രിക്കലിനും ഇടയിലുള്ള ഓപ്പണിംഗ് ആണ് എന്തെന്ന് പറയുന്നത്? എന്താ? ട്രൈക്കസ്പിഡ് വാൽവ് എന്ന് പറയുന്നത്. ദെൻ ഇത് ഫോം ചെയ്തിരിക്കുന്നത് 3 മസ്കുലാർ ഫ്ലാസ് എന്താണ്? 3 മസ്കുലാർ കസ്പസ് ചേർന്നാണ് ഇത് എന്ത് ചെയ്തിരിക്കുന്നത്? ഫോം ചെയ്തിരിക്കുന്നത്. ഈ നമ്മുടെ ഈ ട്രൈക്കസ്പിഡ് വാൽവ് ഫോം ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ട്രൈ വന്നത് കേട്ടോ. എന്താണ്? 3 മസ്കുലാർ കസ്പസ് ചേർന്നാണ് ഇത് ഫോം ചെയ്തിരിക്കുന്നത്. ദെൻ രണ്ടാമത്തെ വാൽവാണ് ഏത്? ബൈക്കസ്പിഡ് വാൽവ്. ഏതാണ്? ബൈക്കസ്പിഡ് വാൽവ്. ബൈക്കസ്പിഡ് വാൽവ്. ഇവര് എവിടെയുള്ള ഓപ്പണിംഗ് ആയിരിക്കും? ഒന്ന് പറഞ്ഞേ. മറ്റേത് റൈറ്റ് ഏട്രിയത്തിനും റൈറ്റ് വെൻട്രിക്കലിനും ഇടയിലാണെങ്കിൽ ഇവരെവിടെയായിരിക്കും? ലെഫ്റ്റ് ഏട്രിയത്തിനും ലെഫ്റ്റ് വെൻട്രിക്കലിനും ഇടയിലുള്ള ഓപ്പണിംഗ് ആയിരിക്കും ഏതെന്ന് പറയുന്നത്? ബൈക്കസ്പിഡ് വാൽവ് എന്ന് പറയുന്നത്. എന്താണ്? ബൈക്കസ്പിഡ് വാൽവ് എവിടെയായിരിക്കും? ലെഫ്റ്റ് ഏട്രിയത്തിനും ലെഫ്റ്റ് വെൻട്രിക്കലിനും ഇടയിലുള്ള ഓപ്പണിംഗ് ആണ് ബൈക്കസ്പിഡ് വാൽവ്. ട്രൈക്കസ്പിഡ് ആണെങ്കിൽ റൈറ്റ് ഏട്രിയത്തിനും റൈറ്റ് വെൻട്രിക്കലിനും ഇടയിലുള്ള ഓപ്പണിംഗ് ആണ്. ഈ ബൈക്കസ്പിഡ് വാൽവിനെ മിറ്റൽ വാൽവും എന്നുകൂടി പറയുന്നുണ്ട് കേട്ടോ. മിറ്റൽ വാൽവ് എന്നുകൂടി പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഇത്രയും ടേംസുകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഏതൊക്കെയാണ് ടീച്ചർ പറഞ്ഞത്? തുടക്കം തൊട്ട് നമ്മൾ ഏട്രിയം ഉണ്ട് അല്ലെ, 2 അപ്പർ ഏട്രിയം ഉണ്ട്, 2 ലോവർ വെൻട്രിക്കിൾ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ എന്തുകൊണ്ടൊക്കെയാ പറഞ്ഞത്? ബൈക്കസ്പിഡ് വാൽവ് ഉണ്ടെന്ന് പറഞ്ഞു, ട്രൈക്കസ്പിഡ് വാൽവ് ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ചില പാർട്സ് കണ്ടു. ഏതൊക്കെയാണ്? ഇന്റർ ഏട്രിയൽ സെപ്റ്റവും കണ്ടു, ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റം കണ്ടു, ദെൻ ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റവും കണ്ടു അല്ലേ? ഇത്ര നമ്മൾ കണ്ടില്ലേ? നോക്കിക്കേ, ഈ ചിത്രം നോക്കിക്കേ. ഇതെന്താണ്? നമ്മുടെ ഹൃദയത്തിന്റെ ചിത്രമാണ് അല്ലേ? നോക്കിക്കേ, ഇതിനകത്ത് നമുക്ക് നോക്കാം. ആദ്യം എന്താണ് നമ്മൾ കണ്ടത്? പെരികാർഡിയം എന്നൊരു കവറിങ് ഉണ്ട്. ആർക്ക്? നമ്മുടെ ഹൃദയത്തിന്. നോക്കിക്കേ, ഇതാണ് എന്ത്? പെരികാർഡിയം എന്ന് കവറിങ് കേട്ടോ. നമ്മുടെ ഹൃദയത്തിന് പുറമേ കാണപ്പെടുന്ന ഈ കവറിങ് എന്താണ്? പെരികാർഡിയം ആണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്നാ പറഞ്ഞത്? ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ ആണെന്ന് പറഞ്ഞു അല്ലെ? ഇതിനുള്ളിൽ എന്തുണ്ടെന്നാ പറഞ്ഞേ? ഒരു സ്പേസ് ഉണ്ട് അല്ലെ? പെരികാർഡിയൽ സ്പേസ് ഉണ്ട്. അതിനുള്ളിൽ എന്തുണ്ടെന്നാ പറഞ്ഞത്? പെരികാർഡിയൽ ഫ്ലൂയിഡ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്താണ്? ഇതാണ് നമ്മുടെ കവറിങ്. ഇത് മറന്നു പോകില്ല കേട്ടോ. ഇത് നമ്മുടെ എന്താണ് എക്സാംസിനൊക്കെ മെയിനായിട്ട് വരുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ ഹൃദയത്തെ സംരക്ഷിക്കുന്ന ആവരണം ഏതാണെന്നൊക്കെ ചോദിക്കുന്ന PSC ക്വസ്റ്റ്യൻസിനും ഒക്കെ വരുന്നതാണ് ഇതൊക്കെ. എന്താണ്? ഇതാണ് എന്ത്? പെരികാർഡിയം. നമ്മുടെ ഹൃദയത്തെ സംരക്ഷിച്ച് കാണപ്പെടുന്ന കവറിങ് ആണ് ഏത്? പെരികാർഡിയം എന്ന് പറയുന്നത്. ദെൻ നമ്മൾ കണ്ടത് എന്താണ്? ഹൃദയത്തിന് 4 അറകളുണ്ട്. നിങ്ങൾ നോക്കിക്കേ, 4 അറകൾ കാണാവോ? ഇത് 1,
ഓക്കെ, ഇത് കാണത്തില്ലല്ലോ. ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4. കണ്ടോ എത്ര അറകളായി? 4 അറകളുണ്ട് അല്ലേ? ഹൃദയത്തിന് 4 അറകളുണ്ടെന്ന് പറഞ്ഞു. എങ്ങനത്തെയാണ്? മസ്കുലാർ ചേംബേർഡ് ഹാർട്ടാന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? നോക്കിയേ, ഇത് ഒരറ അല്ലേ, ഇത് രണ്ടാമത്തേത്, ഇത് 3, ഇത് 4. ഇനി ഇതിനെ നമ്മൾ രണ്ടായിട്ട് പറയുകയാണെങ്കിൽ ഏതാണ്? 2 അപ്പർ ഏട്രിയം ഉണ്ട് കേട്ടോ. ഇതാണ് അപ്പർ ഏട്രിയം, ഇത് രണ്ടുമാണ് കേട്ടോ. ഇത് രണ്ടുമാണ് എന്ത്? അപ്പർ ഏട്രിയം എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? 2 ലോവർ വെൻട്രിക്കിളും ഉണ്ടെന്ന് പറഞ്ഞു. ഇത് 2 ലോവർ വെൻട്രിക്കിളും കേട്ടോ. 2 അപ്പർ ഏട്രിയം ഉണ്ട്, 2 ലോവർ വെൻട്രിക്കിളും ഉണ്ട്. നമ്മൾ പറഞ്ഞു ഇത് നമ്മുടെ ഹൃദയം അല്ലേ. കവറിങ് ആയിട്ട് പെരികാർഡിയം ഉണ്ടെന്ന് പറഞ്ഞു. എങ്ങനെയാണ്? അല്പം ഇടത്തേക്ക് ചെരിഞ്ഞാണ് നമ്മുടെ ഹൃദയം ഇരിക്കുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ. എന്താണ്? 4 അറകളുണ്ടെന്ന് പറഞ്ഞു അല്ലേ. 4 അറകളുണ്ടെന്ന് പറഞ്ഞു. 4 അറകളുണ്ടെന്ന് പറഞ്ഞു. ഇനി ഇതിലെ ഇവിടെയാണ് എന്ത്? അപ്പർ ഏട്രിയം. ഈ 2 സൈഡിലും എന്തുണ്ട്? അപ്പർ ഏട്രിയം ഉണ്ട് അല്ലേ. ഇനി ഈ ലോവർ പാർട്ടിലാണ് എന്തുള്ളത്? വെൻട്രിക്കിൾ ഉള്ളത് കേട്ടോ. എന്താണ്? ഈ ലോവർ പാർട്ടിൽ എന്തുണ്ട്? 2 സൈഡിലും എന്തുണ്ട്? വെൻട്രിക്കിൾ ഉണ്ട് അല്ലേ. ഇവിടെയാണ് എന്തുള്ളത്? 2 സൈഡിലും എന്തുണ്ട്? ഏട്രിയം ഉണ്ട് അല്ലേ. 2 അപ്പർ ഏട്രിയം ഉണ്ട്, 2 ലോവർ വെൻട്രിക്കിളും ഉണ്ട് അല്ലേ. ഇതിനെ കവറിങ് ഉണ്ട് അല്ലേ. എങ്ങനെയുള്ളതാണെന്ന് പറഞ്ഞത്? ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ ആന്ന് പറഞ്ഞു അല്ലേ. ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ ആന്ന് പറഞ്ഞു അല്ലേ. നമ്മൾ പറഞ്ഞു ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ ആന്ന് പറഞ്ഞു. ഇതിനുള്ളിൽ എന്തുണ്ടെന്നാ പറഞ്ഞത്? ഒരു സ്പേസ് ഉണ്ട്, അതിനുള്ളിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട്. എന്താണത്? പെരികാർഡിയൽ ഫ്ലൂയിഡ് ആന്ന് പറഞ്ഞു അല്ലേ. പെരികാർഡിയൽ ഫ്ലൂയിഡ് ആന്ന് പറഞ്ഞു. ഇത്രയും ക്ലിയർ ആയോ? ഇതാണ് അല്ലേ. ഇപ്പം ടീച്ചർ ഇത് മായച്ചിട്ട് കാണിക്കുകയാണെങ്കിൽ ഓക്കെ, ഇത് ഹൃദയമാണേ. ഇതായിരിക്കും ഒരറ, ഇത് രണ്ടാമത്തേത് അറ, ഇത് മൂന്നാമത്തേത്, ഇത് 4. ഓക്കെ, ഇങ്ങനെ 4 അറകളുണ്ട് അല്ലേ. അതിൽ സെപ്പറേറ്റ് പറയുമ്പോൾ എന്താണ്? 2 ഏട്രിയവും അല്ലേ, 2 അപ്പർ ഏട്രിയവും, പിന്നെ എന്താണ്? 2 ലോവർ വെൻട്രിക്കിളും ഉണ്ടെന്ന് പറഞ്ഞു. ഇത്രയും ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി എന്താണ് അടുത്ത് നമ്മൾ കണ്ടത്? ബൈക്കസ്പിഡ് വാൽവും ട്രൈക്കസ്പിഡ് വാൽവും. ഏതൊക്കെയാണ്? ബൈക്കസ്പിഡ് വാൽവും ട്രൈക്കസ്പിഡ് വാൽവും. ഏതൊക്കെയാണ്? ബൈക്കസ്പിഡ് വാൽവും ട്രൈക്കസ്പിഡ് വാൽവും. ഇവിടെ നോക്കിക്കേ, ഇതാണ് എന്ത്? ഇതാണ് എന്ത്? നമ്മുടെ ട്രൈക്കസ്പിഡ് വാൽവ്. ഏതാണ്? ട്രൈക്കസ്പിഡ് വാൽവ്. കാണാവോ നിങ്ങൾക്ക്? ഇതാണ് എന്ത്? ട്രൈക്കസ്പിഡ് വാൽവ് എന്ന് പറയുന്നത്. കാണാവോ നിങ്ങൾക്ക്? ഇതാണ് കേട്ടോ. ഇതാണ് എന്ത്? ട്രൈക്കസ്പിഡ് വാൽവ്. ഈ ട്രൈക്കസ്പിഡ് വാൽവിന്റെ പ്രത്യേകത എന്താ? 3 മസ്കുലർ കസ്പസ് ചേർന്ന് അല്ലേ ഫോം ചെയ്തിരിക്കുന്നത് അല്ലെ. കസ്പ് ചേർന്നാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇതാണ് എന്ത്? ട്രൈക്കസ്പിഡ് വാൽവ്. ഈ ട്രൈക്കസ്പിഡ് വാൽവ് ആരെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്തെന്നാ പറഞ്ഞത്? അല്ല, എവിടെയുള്ള ഓപ്പണിംഗ് ആണെന്നാ പറഞ്ഞത്? റൈറ്റ് ഏട്രിയത്തിനും റൈറ്റ് വെൻട്രിക്കലിനും ഇടയിലുള്ള ഓപ്പണിംഗ് ആണ് എന്തെന്ന് പറഞ്ഞത്? ട്രൈക്കസ്പിഡ് വാൽവ് എന്ന് പറഞ്ഞത്. ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ ഏതാണ്? ഇതാണ് എന്ത്? ബൈക്കസ്പിഡ് വാൽവ്. കാണാവോ? ഇതാണ് എന്ത്? ബൈക്കസ്പിഡ് വാൽവ് എന്ന് പറയുന്നത്. കണ്ടോ, ഇതൊരു ചെറിയ ഓപ്പണിംഗ് അല്ലെ. ബൈക്കസ്പിഡ് വാൽവ് എന്ന് പറയുന്നത്. ബൈ എന്ന് പറയുമ്പോൾ 2 എണ്ണം. ബൈക്കസ്പിഡ് വാൽവ് ഇത് എവിടെയൊക്കെയാണ്? ഏതിനെ തമ്മിൽ ഇടയിലാണ് ഇതിന്റെ ഓപ്പണിങ്? ലെഫ്റ്റ് ഏട്രിയത്തിനും ലെഫ്റ്റ് വെൻട്രിക്കലിനും ഇടയിലാണ് എന്ത് വന്നിരിക്കുന്നത്? ബൈക്കസ്പിഡ് വാൽവ് വന്നിരിക്കുന്നത്. ലെഫ്റ്റ് ഏട്രിയത്തിനും ലെഫ്റ്റ് വെൻട്രിക്കലിനും ഇടയിലായിട്ടാണ് വന്നിരിക്കുന്നത്. ടീച്ചർ പടം വരയ്ക്കാൻ ശ്രമിക്കാം. പറഞ്ഞ ഡബിൾ മെമ്പറൈൻ ആയിട്ടുള്ളതാണ് അല്ലേ.
ഇതുണ്ടോ, ഇതാണ് എന്തെന്ന് പറയുന്നത്, ട്രൈക്കസ്പിഡ് വാൽവ് എന്ന് പറയുന്നത്. കണ്ടോ, ഏതാണ് റൈറ്റ് ഏട്രിയത്തിനും റൈറ്റ് വെൻട്രിക്കിളിനും ഇടയിലുള്ള ഓപ്പണിംഗ് ആണ് എന്തെന്ന് പറയുന്നത്, ട്രൈക്കസ്പിഡ് വാൽവ് എന്ന് പറയുന്നത്. ട്രൈക്കസ്പിഡ് വാൽവ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, ട്രൈക്കസ്പിഡ് വാൽവ് എന്ന് പറയുന്നത്. ഇത് ഏതാണ്, ലെഫ്റ്റ് ഏട്രിയത്തിനും ലെഫ്റ്റ് വെൻട്രിക്കിളിനും ഇടയിലുള്ള ഓപ്പണിംഗ് ആണ് എന്തെന്ന് നമ്മൾ പറയുന്നത്, ബൈക്കസ്പിഡ് വാൽവ് എന്ന് പറയുന്നത്. എന്താണ് ബൈക്കസ്പിഡ് വാൽവ് എന്ന് പറയുന്നത്? ക്ലിയർ ആയോടാ മക്കളെ? പറഞ്ഞേ. ഇതാണ് എന്ത്, കണ്ടോ, ഇത് നമ്മുടെ റൈറ്റ് ഏട്രിയവും ഇത് റൈറ്റ് വെൻട്രിക്കിളും, ഇത് ലെഫ്റ്റ് ഏട്രിയവും ഇത് ലെഫ്റ്റ് വെൻട്രിക്കിളും. അപ്പൊ എന്താണ്, റൈറ്റ് ഏട്രിയത്തിനും റൈറ്റ് വെൻട്രിക്കിളിനും ഇടയിലുള്ള ഓപ്പണിംഗ് ആണ് എന്തെന്ന് പറയുന്നത്, ട്രൈക്കസ്പിഡ് വാൽവ് എന്ന് പറയുന്നത്. ദെൻ ബൈക്കസ്പിഡ് വാൽവ് എന്ന് പറയുമ്പോൾ ഏതാണ്, ലെഫ്റ്റ് ഏട്രിയത്തിനും ലെഫ്റ്റ് വെൻട്രിക്കിളിനും ഇടയിലുള്ളത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? നിങ്ങളുടെ ചിത്രം നോക്കിക്കേ. ഇത് മനസ്സിൽ അങ്ങോട്ട് പതിയട്ടെ കേട്ടോ. ഇനി പിന്നീട് നമുക്കിത് ഇരുന്ന് പഠിക്കാനുള്ള ഒരു സമയം കാണത്തില്ലായിരിക്കും. അതുകൊണ്ട് എന്താണ് ഈ പറയുന്നതെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് കേട്ടിരുന്നത് മനസ്സിലാക്കിയെടുക്കണം കേട്ടോ. അപ്പൊ ഏതാണ്, റൈറ്റ് ഏട്രിയത്തിനും റൈറ്റ് വെൻട്രിക്കിളിനും ഇടയിലുള്ളത് ട്രൈക്കസ്പിഡ് വാൽവ്, ലെഫ്റ്റ് ഏട്രിയത്തിനും ലെഫ്റ്റ് വെൻട്രിക്കിളിനും ഇടയിലുള്ളത് ബൈക്കസ്പിഡ് വാൽവ്. ഇത്രയും ക്ലിയർ ആയോ? ക്ലിയർ ആയല്ലോ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ അടുത്തത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈക്കസ്പിഡ് വാൽവിന്റെ മറ്റൊരു പേരെന്താന്നാ പറഞ്ഞേ, മിറ്റൽ വാൽവ് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ ആയല്ലോ അല്ലേ? അടുത്തത് സെമി ലൂണാർ വാൽവ് ആണ്. സെമി ലൂണാർ വാൽവ് എന്ന് പറഞ്ഞാൽ അതൊരു ഓപ്പണിംഗ് ആണ്. എവിടെയാന്ന് ചോദിച്ചാൽ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിളും പൾമണറി ആർട്ടറിയിലേക്കും എറോട്ടയിലേക്കും ഉള്ള ഓപ്പണിങ്ങിനെയാണ് എന്തെന്ന് പറയുന്നത്, സെമി ലൂണാർ വാൽവ് എന്ന് പറയുന്നത്. ഓപ്പണിംഗ് ഓഫ് ദി റൈറ്റ് ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ ഇൻ ടു ദി പൾമണറി ആർട്ടറി ആൻഡ് ദി എറോട്ട. അതായത് നമ്മുടെ രക്തക്കുഴലുകളാണ് കേട്ടോ, പൾമണറി ആർട്ടറിയും എറോട്ടയും. അപ്പം ഇങ്ങോട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് എന്തെന്ന് പറയുന്നത്, സെമി ലൂണാർ വാൽവ് എന്ന് പറയുന്നത്. ഈ വാൽവാണ് എന്തിന് സഹായിക്കുന്നത്, ബ്ലഡിന്റെ ഫ്ലോയെ only one direction സാധ്യമാക്കുന്നത് ഏതാണ്, നമ്മുടെ ഈ വാൽവാണ്. ഏതൊക്കെയാണ്, സെമി ലൂണാർ വാൽവ് അല്ലെ, അതിനകത്ത് വരുന്നവയാണ് കേട്ടോ. അപ്പൊ അതാണ് എന്ത് സാധ്യമാക്കുന്നത്, ഫ്ലോ ഓഫ് ബ്ലഡ് only in one direction അല്ലെ, ഒരു ഡയറക്ഷനിലേക്ക് ബ്ലഡ് ഫ്ലോ സാധ്യമാക്കുന്നത് ഈ വാൽവിന്റെ സഹായത്തോടെയാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്ലഡ് ഫ്ലോ എങ്ങനെയാണ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ, എവിടെ നിന്നായിരിക്കും, ഏട്രിയത്തിൽ നിന്ന് തുടങ്ങി വെൻട്രിക്കിളിലേക്ക്, പിന്നെ എവിടെ നിന്നാണ്, വെൻട്രിക്കിളിൽ നിന്ന് പൾമണറി ആർട്ടറി അല്ലെങ്കിൽ എറോട്ടയിലേക്ക് രക്തം പോകുന്നു. എങ്ങനെയാണ്, ഒരു ഡയറക്ഷനേ ഉള്ളൂ. എങ്ങനെയാണ്, എവിടെ നിന്നാണ്, ഫ്രം ഏട്രിയത്തിൽ നിന്ന് വെൻട്രിക്കിളിലേക്ക്, പിന്നെ എവിടെ നിന്നാണ്, ഫ്രം വെൻട്രിക്കിളിൽ നിന്ന് പൾമണറി ആർട്ടറിയിലേക്ക് അല്ലെങ്കിൽ എറോട്ടയിലേക്ക്. അപ്പോൾ ഈ വാൽവുകൾ ഉള്ളത് കൊണ്ട് തന്നെ അവര് ബാക്ക്വേർഡ് ഫ്ലോയെ ബാക്ക്വേർഡ് ഫ്ലോയെ എന്ത് ചെയ്യുന്നു, പ്രിവെന്റ് ചെയ്യുന്നു അല്ലെ. only one ഡയറക്ഷനിലാണ് ബ്ലഡ് ഫ്ലോ എന്ന് പറഞ്ഞത്. എങ്ങോട്ടാന്നാ പറഞ്ഞത്, ഏട്രിയത്തിൽ നിന്ന് ആരംഭിച്ച് വെൻട്രിക്കിളിലേക്കും, വെൻട്രിക്കിളിൽ നിന്ന് ആരംഭിച്ചിട്ട് പൾമണറി ആർട്ടറി അല്ലെങ്കിൽ എറോട്ടയിലേക്കും. അപ്പൊ ബാക്ക്വേർഡ് ആയിട്ടുള്ള ഒരു ബ്ലഡ് ഫ്ലോയെ എന്ത് ചെയ്യുന്നു, വാൽവുകൾ പ്രിവെന്റ് ചെയ്യുന്നു. അപ്പൊ ഏതാണ് വാൽവ്, സെമി ലൂണാർ വാൽവ്. ഇനി നമ്മുടെ ഹൃദയം ഫോം ചെയ്തിരിക്കുന്നത് കാർഡിയാക് മസിൽ ചേർന്നാണ് അല്ലെ. ഹൃദയത്തിലുള്ള മസിൽ എന്ന് പറയുന്നത് കാർഡിയാക് മസിലാണ്. ഇനി ഇതെന്ന് പറയുന്നത്, ഇതിനുള്ളിൽ സ്പെഷ്യലൈസ്ഡ് കാർഡിയാക് മസ്കുലേച്ചറിനെ നമ്മൾ നോഡൽ ടിഷ്യൂസ് എന്നാണ് പറയുന്നത്. നോഡൽ ടിഷ്യൂസ് എന്നാണ് പറയുന്നത്. സ്പെഷ്യലൈസ്ഡ് കാർഡിയാക് മസ്കുലേച്ചറിനെ നമ്മൾ എന്തെന്നാ പറയുന്നത്, നോഡൽ ടിഷ്യൂസ് എന്നാണ് പറയുന്നത്. ഇനി അതിൽ നമ്മൾ കാണാൻ പോകുന്നത് സൈനോ ഏട്രിയൽ നോഡ് അല്ലെങ്കിൽ SAN. സൈനോ ഏട്രിയൽ നോഡ്. ഇതെവിടെയാണ് കാണപ്പെടുന്നത്, എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കി, ഇതാണ് നമ്മുടെ ഹൃദയത്തിന്റെ ചിത്രം അല്ലേ. നോക്കിക്കേ, ഇത് എവിടെയാണ്, റൈറ്റ് ഏട്രിയവും റൈറ്റ് വെൻട്രിക്കിളിനും നോക്കി, റൈറ്റ് ഏട്രിയത്തിന്റെ ഈ മുകളിലായിട്ട് കണ്ടോ, ഇവിടെയാണ് എന്തെന്ന് പറയുന്നത്, സൈനോ ഏട്രിയൽ നോഡ് എന്ന് പറയുന്നത്. സൈനോ ഏട്രിയൽ നോഡ് എന്ന് പറയുന്നത് എന്താന്നാ പറഞ്ഞത്, സൈനോ ഏട്രിയൽ നോഡ്, a patch of this tissue
ഈസ് പ്രസന്റ് ഇൻ ദ റൈറ്റ് അപ്പർ കോർണർ ഓഫ് ദി റൈറ്റ് ഏട്രിയം. എന്താണ് നമ്മുടെ റൈറ്റ് ഏട്രിയത്തിന്റെ എവിടെയായിട്ടാണ്? റൈറ്റ് അപ്പർ ഭാഗത്തായിട്ട്, റൈറ്റ് ഭാഗത്തായിട്ടാണ് ഒരു പാച്ച് ഓഫ് ടിഷ്യൂ എന്നാ പറഞ്ഞത് അല്ലെ. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? സൈനോ ഏട്രിയൽ നോഡ് അല്ലെങ്കിൽ സാൻ അല്ലെങ്കിൽ SAN കേട്ടോ. ഇതായിരിക്കും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കാൻ പറ്റിയത്. അപ്പൊ ഏതാണ്? സൈനോ ഏട്രിയൽ നോഡ്. ടീച്ചർ ചിത്രം കാണിച്ചായിരുന്നു. എവിടെയാന്നാ പറഞ്ഞത്? നമ്മുടെ റൈറ്റ് ഏട്രിയത്തിന്റെ, ഇതാണ് റൈറ്റ് ഏട്രിയം അല്ലെ. റൈറ്റ് ഏട്രിയത്തിന്റെ എവിടെയാന്നാ പറഞ്ഞത്? അപ്പർ ഭാഗത്തായിട്ടാണ് അല്ലെ. അപ്പർ ഭാഗത്ത് റൈറ്റ് സൈഡിൽ തന്നെയാണ് എന്ത് കാണപ്പെടുന്നത്? നമ്മുടെ സൈനോ ഏട്രിയൽ നോഡ് കാണുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയെന്ന് കരുതുന്നു. സൈനോ ഏട്രിയൽ നോഡ്. അപ്പൊ നമ്മുടെ വാൽവുകൾ എന്ത് ചെയ്യുന്നെന്നാ പറഞ്ഞത്? ബാക്ക്വേർഡ് ആയിട്ടുള്ള ബ്ലഡ് ഫ്ലോയെ എന്ത് ചെയ്യുന്നു? പ്രിവെന്റ് ചെയ്യുന്നു. പിന്നെ എന്ത് തന്നെയാണ്? ബ്ലഡ് ഫ്ലോ ഓൺലി വൺ ഡയറക്ഷനിൽ സാധ്യമാക്കുന്നതും ഇവർ തന്നെയാണ്. എവിടെ നിന്ന് എങ്ങോട്ടാന്നാ പറഞ്ഞേ? ഏട്രിയത്തിൽ നിന്നും വെൻട്രിക്കിളിലേക്ക്, പിന്നെ അതുപോലെ തന്നെ വെൻട്രിക്കിളിൽ നിന്ന് പൾമനറി ആർട്ടറി അല്ലെങ്കിൽ എറോട്ടയിലേക്കും ബ്ലഡ് ഫ്ലോ സാധ്യമാക്കുന്നത് ഇവരാണ് നമ്മൾ കണ്ടു. ഇനി അടുത്ത എന്താണ് നമ്മൾ പറഞ്ഞു? നമ്മുടെ ഹൃദയം ഫോം ചെയ്തിരിക്കുന്നത് കാർഡിയാക് മസിൽസ് അല്ലെ. കാർഡിയാക് മസിൽസ് ചേർന്നാണ്. അതിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് കാർഡിയാക് മസ്കുലേച്ചർ ആണ് ഏത്? നോഡൽ ടിഷ്യൂ എന്ന് പറഞ്ഞത്. ഇനി ഇതിന്റെ ഒരു പാർട്ടാണ് ഏത്? സൈനോ ഏട്രിയൽ നോഡ് എന്ന് പറയുന്നത്. ഇത് എവിടെ കാണുന്നതാ പറഞ്ഞത്? നമ്മുടെ റൈറ്റ് ഏട്രിയത്തിന്റെ റൈറ്റ് അപ്പർ സൈഡിലായിട്ടാണ് ഇത് കാണുന്നതെന്ന് പറഞ്ഞു. ഇനി അടുത്തത് എന്താണ്? ഏട്രിയോ വെൻട്രിക്കുലാർ നോഡ് ഉണ്ട്, AVN എന്ന് പറയും. ഇത് എവിടെയാണ് കാണുന്നത് വെച്ചാൽ ലോവർ ലെഫ്റ്റ് കോർണർ ഓഫ് ദി റൈറ്റ് ഏട്രിയം ക്ലോസ് ടു ദി ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം. ഈ ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം ഒക്കെ നമ്മൾ തുടക്കത്തിൽ കണ്ടായിരുന്നു അല്ലേ. എവിടെ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. എവിടെയായിട്ടാണ് കാണുന്നത്? ഇതിൻ്റെ ഈ സൈഡിലായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? നമ്മുടെ ഏട്രിയോ വെൻട്രിക്കുലാർ നോഡ് കാണുന്നത്. എവിടെയായിട്ടാണ് ഏട്രിയോ വെൻട്രിക്കുലാർ നോഡ് കാണുന്നത്? AVN ഏട്രിയോ വെൻട്രിക്കുലാർ നോഡ് കാണുന്നത് സൈനോ ഏട്രിയൽ നോഡ് എന്താണ്? AVN ഏട്രിയോ വെൻട്രിക്കുലാർ നോഡ് എവിടെയാണ്? ലോവർ ലെഫ്റ്റ് കോർണർ ഓഫ് ദി റൈറ്റ് ഏട്രിയം ക്ലോസ് ടു ദി ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം. ഇനി ഇതിനെ തുടർന്ന് ഒരു ബണ്ടിൽ ഓഫ് നോഡൽ ടിഷ്യൂസ് വരുന്നുണ്ട്. ഏതാണ്? AVNന്റെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബണ്ടിൽ ഓഫ് നോഡൽ ടിഷ്യൂസ് വരുന്നുണ്ട്. ഇത് ഏതിലൂടെ പാസ് ചെയ്യുന്നു? നമ്മുടെ ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റയിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അതെന്ന് പറയുന്ന ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ഫൈബേഴ്സ് ആണ്. ഇതിനെ നമ്മൾ പർക്കിഞ്ചെ ഫൈബേഴ്സ് എന്ന് പറയുവേ. പർക്കിഞ്ചെ ഫൈബേഴ്സ് എന്ന് പറയും. അതായത് നമ്മുടെ AVN പറഞ്ഞല്ലോ, ഇതെല്ലാം എന്താണ്? നമ്മുടെ കാർഡിയാക് മസിലിന്റെ പാർട്ടായിട്ട് വരുന്ന ടിഷ്യൂസ് ആണെന്നാണ് പറഞ്ഞത് അല്ലെ. ഇവരെന്താന്നാ പറഞ്ഞത്? ഈ AVNന്റെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബണ്ടിൽ ഓഫ് നോഡൽ ഫൈബേഴ്സ് വരുന്നുണ്ട്. ഇവരെന്ത് ചെയ്യാണ്? കണ്ടിന്യൂസ് ആയിട്ട് പാസ് ചെയ്യുന്നത് ഇതിലൂടെയാണ്? ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റയിലൂടെയാണ്. ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഫൈബേഴ്സ് ആയിട്ട്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പർക്കിഞ്ചെ ഫൈബേഴ്സ് എന്ന് പറഞ്ഞത്. ഇനി എന്താണ്? ഇനി നമ്മുടെ ഈ നോഡൽ മസ്കുലേച്ചർ ആണ് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്? എന്ത് ജനറേറ്റ് ചെയ്യുന്നത്? ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ്? വിത്തൗട്ട് എനി സ്റ്റിമുലി. അവർക്ക് എന്താണ്? പുറത്തുനിന്ന് ഒരു വേറൊരു എന്താണ് ഒരു എനർജിയുടെ ഒന്നും ആവശ്യമില്ല. അവർ സ്വന്തമായിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യുന്നത്. അതിന്റെ ഫലമായിട്ടാണ് നമ്മുടെ ഹൃദയം മിടിക്കുന്നത് നമ്മൾ പറയത്തില്ലേ. എന്താണ്? ഇവരാണ് ഇത് നോഡൽ മസ്കുലേച്ചർ ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യുന്നത്. അതിന്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഹൃദയം ഇടിക്കുന്നത്. അതായത് റിതമിക് കൺട്രാക്റ്റൈൽ ആക്ടിവിറ്റി ഓഫ് ഹാർട്ട്. നമ്മുടെ ഹൃദയത്തിന്റെ ഒരു ഒരു കൺട്രാക്റ്റൈൽ ആക്ടിവിറ്റിയുടെ ഫലമായിട്ടാണ് നമ്മുടെ ഹൃദയം എന്ത് ചെയ്യുന്നത്? മിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ജനറേറ്റ് മാക്സിമം നമ്പർ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ. ഇത്ര നമ്പർ ഓഫ് ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ അവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ നോഡൽ ടിഷ്യൂവിനെ സൈനോ ഏട്രിയൽ നോഡിനെ നമുക്ക് പേസ് മേക്കർ കേട്ടോ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പേസ് മേക്കർ എന്ന് പറയുന്നത് അല്ലെ. ഹൃദയത്തിനൊക്കെ ശസ്ത്രക്രിയ ചെയ്ത് കഴിയുമ്പോൾ പേസ് മേക്കർ വെച്ചെന്നൊക്കെ പറഞ്ഞില്ലേ. അത് കൃത്രിമമായി ഹൃദയം ഇടിക്കാൻ വേണ്ടി വെക്കുന്നതാണ് അല്ലെ. അപ്പോൾ ഇതാണ് നമ്മുടെ നമ്മുടെ ഹൃദയത്തിന്റെ ആ ഒരു കൺട്രാക്ഷനെ കൺട്രോൾ ചെയ്യുന്നത്. ഇനി നമ്മുടെ ഹൃദയം നോർമലി എത്ര ഇടിക്കുന്നുണ്ട്? 70 മുതൽ 75 വരെ ആണ് ഒരു മിനിറ്റിൽ നമ്മുടെ ഹൃദയം ഇടിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഹൃദയത്തിന്റെ ഭാഗം എല്ലാം ക്ലിയർ ആയല്ലോ.
അപ്പം നമ്മൾ എന്തൊക്കെയാ കണ്ടത്? ഹൃദയത്തിന് 4 അറകളുണ്ടെന്ന് പറഞ്ഞു, അതിൻ്റെ കവറിങ് ഉണ്ടെന്ന് പറഞ്ഞു. കവറിങ്ങിൻ്റെ പേരെന്നായിരുന്നു? ഓർക്കുന്നുണ്ടോ? എന്താണ് പറഞ്ഞത്? പെരികാർഡിയം ആണെന്ന് പറഞ്ഞു. അതിനുള്ളിൽ എന്തുണ്ടെന്നാ പറഞ്ഞത്? പെരികാർഡിയൽ ഫ്ലൂയിഡ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ എന്തെന്ന് പറഞ്ഞു? 4 അറകളിൽ ഏതൊക്കെയാണ്? റൈറ്റ് ഏട്രിയം ഉണ്ട്, റൈറ്റ് വെൻട്രിക്കിളും ഉണ്ട്, ലെഫ്റ്റ് ഏട്രിയം ഉണ്ട്, ലെഫ്റ്റ് വെൻട്രിക്കിളും ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ എന്താണ്? നമ്മുടെ ഹൃദയത്തിന്റെ ലൊക്കേഷൻ എവിടെയാണെന്നാ പറഞ്ഞത്? തൊറാസിക് ക്യാവിറ്റിയിൽ അല്ലെ, ഇൻ ബിറ്റ്വീൻ 2 ലങ്സിൽ. എങ്ങനെയാണെന്നാ പറഞ്ഞത്? അല്പം ഇടത്തേക്ക് ചെരിഞ്ഞാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഹൃദയം കാണുന്നത്. പിന്നെ എന്തൊക്കെയാ പറഞ്ഞത്? ബൈക്കസ്പിഡും ട്രൈക്കസ്പിഡ് വാൽവും ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഈ ബൈക്കസ്പിഡ് എവിടെയാണ് കാണുന്നത്? ലെഫ്റ്റ് ഏട്രിയത്തിനും ലെഫ്റ്റ് വെൻട്രിക്കലിനും ഇടയിലായിട്ട് അല്ലെ, ഇടയിലായിട്ട് കാണപ്പെടുന്ന ഓപ്പണിംഗ് ആണ് എന്തെന്ന് പറയുന്നത്? ബൈക്കസ്പിഡ് വാൽവ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? റൈറ്റ് ഏട്രിയത്തിനും റൈറ്റ് വെൻട്രിക്കലിനും ഇടയിൽ കാണുന്ന ഓപ്പണിംഗ് ആണ് എന്തെന്ന് പറയുന്നത്? ഏത്? ട്രൈക്കസ്പിഡ് വാൽവ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഒരു എന്താണ്? കാർഡിയാക് മസിൽസ് ചേർന്നാണ് നമ്മുടെ ഹൃദയം ഫോം ചെയ്തിരിക്കുന്നത്. മെയിനായിട്ട് ഏതാണ്? നോഡൽ ടിഷ്യൂസ് എന്ന് പറഞ്ഞു. അതിലെന്താണ്? റൈറ്റ് ഏട്രിയത്തിന്റെ അപ്പർ ഭാഗത്തായിട്ട് എന്തുണ്ട്? സൈനോ ഏട്രിയൽ നോഡ് ഉണ്ടെന്ന് പറഞ്ഞു. ദെൻ അതിന്റെ സൈഡിലായിട്ട് എന്തുണ്ടെന്നാ പറഞ്ഞത്? എന്താണ്? വെൻട്രിക്കുലാർ നോഡ് അല്ലെ, ഏട്രിയോ വെൻട്രിക്കുലാർ നോഡ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ എന്താ ഉണ്ടെന്ന് പറഞ്ഞു? ഇതിന്റെ ഇടയിൽ നമ്മൾ കുറെ സ്പേസ് കണ്ടായിരുന്നു അല്ലെ. ഏതൊക്കെയായിരുന്നു പറഞ്ഞത്? ഓർമ്മയുണ്ടോ? ഏതൊക്കെ നമ്മൾ പറഞ്ഞത്? ഇന്റർ ഏട്രിയൽ സെപ്റ്റം ഉണ്ടെന്ന് പറഞ്ഞു, ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റം ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഇന്റർ ഏട്രിയൽ സെപ്റ്റം എന്താണ്? തിന്നായിട്ടുള്ള ഒരു മസ്കുലാർ വോളാന്ന് പറഞ്ഞു. അവരാരെ തമ്മിലാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്? റൈറ്റും ലെഫ്റ്റും ഏട്രിയത്തെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നു. ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റം ആണെങ്കിൽ എന്താണ്? ലെഫ്റ്റും റൈറ്റും ഉള്ള വെൻട്രിക്കലിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നു പറഞ്ഞു. പിന്നെ നമ്മൾ എന്തെന്ന് പറഞ്ഞു? ഇന്റർ ഏട്രിയൽ സെപ്റ്റവും പറഞ്ഞു, ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റവും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറഞ്ഞു? അതിൻ്റെ ഇടയിലുള്ള ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം അല്ലെ, ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം ഉണ്ടെന്ന് പറഞ്ഞു. അതൊരു തിക്കായിട്ടുള്ള ഒരു ഫൈബ്രസ് ടിഷ്യൂ ആണെന്ന് നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ കണ്ടു ഏതാണ്? ട്രൈക്കസ്പിഡും ബൈക്കസ്പിഡും കണ്ടു. പിന്നെ സെമി ലുണാർ വാൽവ് കണ്ടു. പിന്നെ നമ്മൾ എന്താണ്? നമ്മുടെ ഹൃദയം എന്താണ്? 1 മിനിറ്റിൽ 70 മുതൽ 75 വരെ എന്ത് ചെയ്യുന്നുണ്ട്? ഇടിക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഹൃദയത്തെക്കുറിച്ചുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ്? നന്നായിട്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ആവുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ടാറ്റ, ബൈ ബൈ.